ഇന്ന് വീണ്ടും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പണികളായിട്ട് ഇറങ്ങിയാക്കേണ്ട രാവിലെ. അപ്പോൾ അതെ ചേട്ടനോട് രാവിലെ ഇരുന്നുകൊണ്ട് പുല്ല് വെട്ടുന്നുണ്ട് ആൾ. പുല്ലിതേ കുറേ ഭാഗങ്ങൾ വെട്ടി തന്നെയാണ്. ഇവിടെ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഈ സ്ഥലം കുഴിഞ്ഞെടുക്കണത് ഇപ്പോൾ ഇവിടെയും ഒരു കുളം ഉണ്ടായിരുന്നു. ഇതും ഒരു പൊട്ടക്കുളമായിരുന്നു. പക്ഷേ ഈ കുളത്തിലെ വെള്ളമൊക്കെ ഞാൻ വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അന്ന് ഇവിടെ വെള്ളക്ഷാമം വരുന്നപ്പോൾ നമ്മൾ കുളിക്കാനും പാത്രം കഴുകാനൊക്കെ നല്ല വെള്ളം വരുന്നത്, ഒട്ടും ഉപ്പില്ലാത്ത വെള്ളം വരുന്നു. പിന്നെ നമുക്ക് പൈപ്പ് വന്നപ്പോൾ അതങ്ങോട്ട് പോയതാണ്. ഇവിടെ കുഴിയായിട്ട് കിടക്കുന്ന ഈ സ്ഥലം കുളം ഉണ്ടായിരുന്നു പറഞ്ഞേ. പിന്നെ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ല, ഈ ചാക്കിൽ പയറിൻ്റെ ചെടി വെച്ചിട്ടേ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വാർന്നു പോയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചാക്കിൽ വെക്കാതിരിക്കണം നല്ലത്. സിമെൻറ്റും ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വാർന്നു പോകും. അപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ഇത് മാറ്റാമെന്ന് ഓർത്താണ്. അങ്ങനെ ഇന്നലെ ഇതിനു വേണ്ടി ചവറൊക്കെ ഈ കവറിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇന്നലെ ഇതിൽ മണ്ണും ഇതൊക്കെ ഇന്നലെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടേ മൂടി വെച്ചുകൊണ്ട് പോയതാണ്. കാരണം മഴ പെയ്താലാന്ന് ഓർത്തുണ്ടേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നലെ ഇങ്ങനെ വെച്ചത് മൂടി വെച്ചാക്കി മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇതിൽ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചാക്കണേന്നിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ മിക്സാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സമയം വൈകിയപ്പോൾ നാളെ ചെയ്യാൻ തോന്നുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളം ഇതാവുമല്ലോ, കാരണം മൂടി വെച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ഇനി ഇത്തിരി ഗൗരവത്തിലെടുക്കണമല്ലോ കൃഷി എന്ന് വെച്ചാൽ നമ്മൾ പുഴയിലത്ത് വെച്ചതേ ഈ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊന്നും ഇടാഞ്ഞ കാരണം ആദ്യത്തെ ഉണ്ടാവൽ കഴിഞ്ഞിട്ട് തക്കാളി ഉണ്ടാവുന്നുണ്ട്, വഴുതനങ്ങ അങ്ങനെ കുറവായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം എല്ലുപൊടിയൊക്കെ ഇട്ട് ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പം ഇന്ന് ഈ കവറിൽ നിന്ന് ഇത് ഗ്രോ ബാഗിലോട്ട് നമ്മുടെ സിമെൻറ്റിൻ്റെ ചാക്കിൽ നിന്ന് ഗ്രോ ബാഗിലോട്ട് മാറ്റാൻ വേണം. കുറച്ച് ഈ മിക്സ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണം. പിന്നെ ഈ അച്ചിങ്ങ നീട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ നീട്ടുളച്ചിങ്ങ വേണ്ട ഇത്ര നീട്ടുണ്ട്. അങ്ങനെ ഗ്രോ ബാഗിലോട്ട് ചവറിട്ടിട്ടുണ്ട്. മണ്ണും ആ വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ചാക്ക് ഇതിലോട്ട് മാറ്റി വെക്കാനായിട്ട്. ഗ്രോ ബാഗ് ആകുമ്പോൾ നമുക്ക് കുറച്ചാളിരുന്നോളുമല്ലോ, പെട്ടെന്ന് പോകുമല്ലോ, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഇരുന്നോളും. പിന്നെ നമുക്കത് മാറ്റുമ്പോൾ നമുക്ക് ഹരിതകർമ്മസേനക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചാണ് നിൽക്കണത്. 6 കവറാണ് കേട്ടോ. 6 ഗ്രോ ബാഗാണെന്ന് നിറച്ച് വെച്ചോണം. 6 എണ്ണത്തിലാണ് നമുക്ക് പയറിൻ്റെ ചെടി നട്ടാക്കണത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 6 ആദ്യം നിറച്ചില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എടുക്കാം കേട്ടോ. ആദ്യത്തെ 6 മാറ്റാം. പിന്നെ നമുക്ക് 2 പീച്ചിങ്ങയുടെ തൈയാണുള്ളത്. പീച്ചിങ്ങയൊക്കെ മാറ്റണം. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇതിൽ ചെയ്യാതെ പറ്റൂല അങ്ങനെ ഇങ്ങനെയാണെന്ന്. വെച്ചാലേ ഇവിടെ പകൽ നല്ല വെയിലാണ്, ഒട്ടും മരത്തിൻ്റെ തണൽ ഇവിടെ കുറവാണ്. നല്ല വെയിൽ കവറിലോട്ടടിക്കുമ്പോൾ വൈകുന്നേരം വരും ഇത് ഉണങ്ങിയിരിക്കും. നമുക്ക് മനസ്സിലായി ചാക്കിൽ വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ 2 ഗ്രോ ബാഗും കൂടി പോയി എടുത്തുകൊണ്ട് വന്നിട്ടാ. പീച്ചിങ്ങയും കൂടി നമുക്ക് മാറ്റാമല്ലോ. പിന്നെ അതേ ചാരം അടുപ്പത്തിക്കണം. ചാരം ഇട്ടിട്ടുണ്ട്. അത് പയറിന് നല്ലതാണല്ലോ. പയറിനും തക്കാളിക്കും വഴുതനങ്ങൾക്കും ചാരം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചാരവും കുറച്ചിട്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. അടിവെള്ളം നല്ലോണം ചേർക്കണം, എന്നാലാ ചെടികൾ കുറച്ചാൾ നീണ്ട് നിൽക്കുള്ളൂ. പിന്നെ തളിക്കാനുള്ള കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാറ്റിയിട്ട് വേണം തളിക്കാനായിട്ട്. ആ ഗ്രോ ബാഗിൽ വെള്ളം നനച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് വെക്കാമെന്ന് ഓർത്താണ്. ഈ ഗ്രോ ബാഗിൽ നിന്ന് അല്ല ചാക്കിൽ നിന്ന് എടുത്തത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ചാക്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന കാരണം അത് വെറുതെ അട പോലെ ഇരിക്കുന്ന സംഗതി അല്ലേ. അപ്പം അങ്ങനെ ഇനി കുറച്ച് മണ്ണും കൂടി ഇട്ട് മണ്ണിളക്കി കൊടുത്താൽ മതി. ഇപ്പം ശരിയായിക്കോളും.
നമുക്ക് തന്നെ ഒരു വിഷമം തോന്നിയിരുന്നു സംഗതി ഇതിലിരുന്നിട്ടേ ആകെ ഉണങ്ങിയിരിക്കും. പീച്ചിങ്ങയും ഗ്രോ ബാഗിലോട്ട് മാറ്റിയപ്പോൾ പീച്ചിങ്ങയിലും കൂടി കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ കഴിഞ്ഞ്. പീച്ചിങ്ങയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഗ്രോ ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ദീ പയറാണ് മാറ്റിയപ്പോൾ ഇവിടെ ഒന്ന് തണ്ട് ഇവിടെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. മാറ്റിയപ്പോൾ പിന്നെ അങ്ങനെ പൊക്കിയെടുത്ത് മാറ്റിയില്ല, കത്രികയും കൊണ്ട് വെട്ടിക്കൊണ്ടേ അങ്ങനെ രണ്ടുപേരും കൂടി എടുത്ത് മാറ്റി. അല്ലേ ഇത് ചാക്ക് വെട്ടാണ്ട് മാറ്റുമ്പോൾ ഒടിഞ്ഞല്ല. ഇതാണ് പിന്നെ അത് അങ്ങനെ മാറ്റാൻ നിന്നില്ല. ചിങ്ങക്ക് പൂവിട്ട് വന്നിട്ട് അതെ ചെറിയ ചിങ്ങക്ക് ഇത് ഉണ്ടാവണമുണ്ട്. ചെറുതായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ലണ്ട. ഇതുമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള നമ്മൾ നട്ടിട്ടോർന്ന് ഉണ്ടാവണം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. നടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി ഈ ചാക്കൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് നമ്മുടെ ഹരിതകർമ്മസേനക്ക് കൊടുക്കണം. ചാക്കിൽ പിന്നെ അങ്ങനെ പൊടിഞ്ഞിട്ടില്ല, തരണം കുഴപ്പമില്ല. പൊടിഞ്ഞ ചാക്കാണെങ്കിൽ കുറേ ചാക്കിൻ്റെ പ്ലാസ്റ്റിക് നമുക്ക് മണ്ണിലോട്ട് വീഴും. പക്ഷേ ഇതങ്ങനെ പൊടിഞ്ഞിട്ടില്ല, നമ്മൾ വെച്ചിട്ടുള്ളല്ലോ. കഞ്ഞിവെള്ളം കഴിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഇന്നലെ കഞ്ഞിവെള്ളം ആരും കൂടി മിക്സാക്കി വെച്ചിട്ട് പിന്നെ പോകാം. കഴിഞ്ഞോ? ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.